അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനായിട്ട് മനുഷ്യനെ ഉയർത്തി അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനാകനായിരിക്കുന്നതല്ല, അവനെ പോലുള്ള ഒരു സഖ്യ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖ്യയായി കവിയായി സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്തങ്ങ് ഇന്ന് വിവാദം പോയി ഞങ്ങളുടെ ഡെസ്റ്റിനെയും അനുഗ്രഹിക്കണമേ. കാലായിലുകളിലാണ് ഇവരിന്ന് സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുവുടവത്തിലെ കാവൽക്കാരനായ മറിയോസേപ്പേ, ദേവമാതാവായ വിശുദ്ധകനിക മറിയമേ, ഇവരുടെ മംഗളകരമാക്കാൻ ഇവരുടെ ദാമ്പത്യജീവിതം ജീവിതമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിനും കാരണക്കാരായിരിക്കുന്ന വിശുദ്ധന്റെ കാവൽമാലകന്മാരെ ഇവരെ വിശുദ്ധനും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. തൻ്റെ മാതാപിതാക്കന്മാരോടും കുട്ടികളോടും സ്നേഹിതരോടൊപ്പം പേരാമൂലത്തിൽ മാതാവിന്റെ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് ജസ്റ്റിനുമായിട്ടുള്ള മനസ്സമ്മതം. കാര്യങ്ങളൊക്കെ മുമ്പ് ആലോചിച്ചിട്ടുള്ളത് നല്ലൊരു ക്രൈസ്തവ കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് നിങ്ങളെല്ലാവരും പോകുന്നത്. ജസലിന്റെ അമ്മയുടെ ഇളയമ്മയുടെ മകനാണ്. വിവാഹം കഴിഞ്ഞവരോട് ചോദിക്കുമ്പോൾ കഴിക്കേണ്ടതാണ്. വിവാഹം കഴിഞ്ഞവരോട് ചോദിക്കുമ്പോൾ മകൻ കഴിക്കേണ്ട. അപ്പോൾ ഈ മാസം നടത്തി ഈ മാസത്തിനനുസരിച്ച് സാധ്യത അതിനെ ശങ്കരാനി പറഞ്ഞു. വിവാഹം കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്നതല്ല, ആളുകളെ കൊണ്ടുള്ളൂ. അപ്പോൾ അവർക്ക് പറയുന്നത് അത്ര എളുപ്പമല്ല. ബെസ്റ്റ് വിചാരിച്ച പോലെയും ജസ്റ്റിന്
ആകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാൻ വേണ്ടി പ്രത്യേകത വിജയത്തിന് ജാതകം പറയുന്നു ബെസ്റ്റിന് ആകാൻ പറ്റാൻ ഇടയില്ല. ഇനി നിങ്ങളെല്ലാം വിചാരിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിച്ച് വേദികളൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം അത്ര എളുപ്പമല്ല. എന്നാലും പണിയായ ഇഷ്ടംപോലെ ഭക്ഷണം വണ്ടിക്കുണ്ട് സഹായത്തിനുണ്ടായി. എന്നിട്ട് അച്ഛനമാരായിട്ട് 1000% പോലും വേദിയിൽ കയറി സുഖാന്തമായിട്ട് ചെയ്തു. വണ്ടിയിൽ വലിയ പള്ളികൾ വലിയ പള്ളികൾ ആൾക്കാരെ അപ്പം കൊടുക്കുന്നു. പിന്നെ ഭക്ഷണത്തിൻ്റെ പ്രശ്നമില്ല. എന്നാൽ ഒരു ലക്ഷത്തിലേക്ക് ഒരാളൊക്കെ 1 ലക്ഷം 50,000. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നിങ്ങളുടെ മനസ്സമ്മതക്കാരാണ്. അത് നിങ്ങൾ ഇവിടെ ഉറപ്പിച്ച് പറയണം. പിന്നെ കല്യാണത്തിന് കുറച്ച് ദിവസമുണ്ട്. അത് ആ തീരുമാനത്തെ കുറിച്ച് ഒന്നുകൂടാറുണ്ട്. തീരുമാനം പറയാറുണ്ട്. അതിന് കുറച്ച് നൽകാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് ഒരുങ്ങാനും പ്രാർത്ഥിക്കണം. സന്ദേശം കഴിയും. നമ്മുടെ അച്ഛൻ ഒരു കല്യാണ സമയത്ത് സന്ദേശം കൊടുക്കുന്നതായിട്ടും എനിക്ക് പ്രത്യേകമായിട്ട് 5 കാര്യങ്ങളാണ് പറയാനുള്ളത്. 5 കാര്യങ്ങൾ അപകടങ്ങളിൽ കൊണ്ടുപോകാൻ. പിന്നെ അത് പ്രധാനമല്ലാത്ത അപ്രധാനമായ കാര്യങ്ങളോ അപ്പോൾ ഞങ്ങൾ പോലെ പിന്നെ ആൾക്ക് തോന്നിയപ്പോൾ ഞാൻ പറയും, ഞാൻ എൻ്റെ ഭർത്താവിന് ഇനി ജീവിക്കുന്നത് ഞങ്ങളാണ്. നിങ്ങളുടെ മാതാപിതാക്കളും ഇവിടെ വന്നിട്ടുള്ളവരും വരാൻ സാധിക്കാത്തവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് എത്തിക്കാമോ തുടങ്ങാം. പിതാവിനെയും പുത്രനെയും വിശുദ്ധാത്മാവിനെയും നാമത്തിൽ അത്യുന്നതങ്ങളിലെ ദൈവത്തിന്റെ സ്തുതിയെ ഭൂമിയിലും സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ഞങ്ങളുടെ കടക്കാരുള്ളത് പോലെ ഞങ്ങളുടെ കടങ്ങളുടെ പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വിശ്രാമത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടല്ല രാജ്യം ശക്തിയുമാകുന്നു എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ജീവിക്കാനുള്ള സമയം പരസ്യമായ പ്രഖ്യാപിക്കാൻ അങ്ങനെ ശ്രമിക്കൊണ്ടിരിക്കുന്ന വിവാഹാർത്ഥികളെ ആശ്രയിക്കുന്നു. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുപാടിയിരിക്കുന്നു. അപകടമായ മാർഗത്തിൽ ചലിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ആവുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചങ്ങലയോ ചിലവുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനങ്ങൾ ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും ഞാൻ ഗ്രഹിക്കുകയും മാനവരെ മാറ്റപ്പെടുന്ന വിശ്വാസവും എനിക്ക് ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ധൈര്യമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല,
വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സത്യത്തിൽ ആഹാരപ്പെടുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സമാധാനം ഞങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഉൾക്കൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും. സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ നൽകുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്തപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവോ എന്ന് ചോദിച്ചാൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ക്രിസ്തുവിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ക്രിസ്തുവിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ നിങ്ങളുടെ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. ഞങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ ജലം ദൈവം അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വളർത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ തുടങ്ങുന്നവരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ പ്രഭാവം സമർത്ഥമായി തിരിച്ചറിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും രക്ഷിതാത്മാവുമായി സർവേശ്വരായ പിന്നെ സ്വർഗവാസികൾ സർവ്വം സ്വർഗം വൃന്ദം സ്വർഗ സംഗീതം വീട്ടുന്നു. സയ്യാധീശനായിടും ദൈവം സംശുദ്ധൻ 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 നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. കാനായിലെ കല്യാണങ്ങളിൽ വെച്ച് വധുവരന്മാരെ പ്രത്യേകമായി അനുഭവിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥനാനത്തിനായി വിവാഹത്തിനൊരുങ്ങാൻ കാരണനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടെ വിവാഹങ്ങളെ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൂടെ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിനാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിക്രമത്തിൽ വളർത്ത എല്ലാവരെയും ദൈവം ശ്രദ്ധിക്കട്ടെ.
നമ്മുടെ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഞങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സുവിശേഷം മണവാളനെതിരെ വിളക്കുമായി പുറപ്പെട്ട ദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതിയുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും വെച്ചിരുന്നു. മണവാളൻ വരാൻ വൈകി. പുറത്തുനിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി. പാതിരാവിലെ രാത്രി കേട്ടോ മണവാളൻ വരുന്നു. പുറത്തു വന്ന് അതിനെ എതിരേൽക്കുകയും കലികമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്കുകൾ ഒരുക്കി ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം മനുഷ്യ ദോഷങ്ങൾക്കായി അകത്തു. എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകിയവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന കൂദാശയെ ഞങ്ങളെ ഒന്നാക്കിയതിനെ അങ്ങയുടെ നന്ദി പറയുന്നു.
ഇനി ഞങ്ങൾ രണ്ടെല്ലാം ഒന്നാണ് എന്ന ഓർമ്മോട്ട് ഞങ്ങളിൽ ശ്രദ്ധ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചു വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്തിമരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ ഞങ്ങളെ അങ്ങനെ നേരിട്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. Driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed. I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time. Driving through the clouds and gazing at them stars. It's so beautiful with you. And diving in the sea when it's just you and me. It's so beautiful with you. You're so beautiful, it's true.
sun paints the sky, our hearts intertwined. It's so beautiful with you. എല്ലാം നല്ല പ്രിപ്പയർഡ് ആണ്. ആൻഡ് ഒരു കയ്യടി കൂടെ ഇവരുടെ ഡാൻസിന് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ആൻഡ് so we are moving on to our formal ceremonies. So we will be having sweet ceremonies on the stage. So for that ഇവരുടെ ഇടവും വലവുമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഇനി അങ്ങോട്ട് കൂടെ ഉണ്ടാവുന്ന കുറച്ച് പേരെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. It's none other than their family members. First of all, let me invite Bestin's parents. So, Bestin അപ്പച്ചനെ അമ്മയെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Raju AK and Shiny Raju from Aripudi family. Mr. Paulson and Jessie Paulson. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരു പുതിയൊരു ലൈഫിലോട്ട് കാലെടുത്ത് വെക്കാൻ. ബെസ്റ്റിനെ പോലെ തന്നെ ജസ്റ്റിന്റെ രണ്ട് ചേട്ടന്മാരെയും ചേച്ചിമാരെയാണ് കിട്ടിയിരിക്കുന്നത്. അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഞാൻ അറിഞ്ഞ കുറച്ച് അംഗത്വം കൂടുതലുള്ള ഒരു ഫാമിലിയാണ്. ആൻഡ് ഓൾസോ കലാപരമായി കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണെന്നുള്ളത് അറിഞ്ഞു. സോ ഞാൻ വളരെയധികം നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഐ വെൽക്കം Bestin's elder brother Blazin Raju and his life partner JC Blazin along with their son Eric Blaze.
സത്യത്തിൽ. ഒപ്പം നമ്മുടെ എലിസു കൂട്ടനും കൂടെ ഉണ്ട്. ഇനി ഇവിടെ ഒരാളെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടല്ലോ. ആരാണത്? നേരത്തെ വലിയ കയറി വരാൻ ശ്രമിച്ച ഒരാളെ നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മുടെ ജസ്റ്റിന്റെ അനിയത്തി. ഞാൻ ഇവിടെ എത്തുന്നത് വരെ എല്ലാം മെൻഷൻ ചെയ്യും. ചേച്ചി അവിടെ AC ഓണല്ലേ, ചേച്ചി അവിടെ കേക്ക് എത്തിയോ. അപ്പൊ ഇത്രയും നാള് ഭയങ്കര ഓട്ടത്തിലാണ്. എല്ലാത്തിന്റെ ശീലം ആയിരുന്ന പോലെ കാണുന്നുണ്ട്. പ്ലീസ് പ്ലീസ് ഒരു കല്യാണം എന്ന് പറയുന്നത് രണ്ട് ഫാമിലി ഒരുമിച്ച് കൂടുമ്പോൾ വരുന്നൊരു രണ്ട് പേര് മാത്രമല്ല, രണ്ട് ഫാമിലി കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണ്. And here we can see the complete frame. So, എന്റെ ഭാഗത്ത് ഞാൻ സ്വാഗതം തന്നു. ഇനി അടുത്തതായി കുറച്ച് ട്രയലൊക്കെ മനസ്സിൽ പഠിച്ചു വെച്ചിട്ട് പോൾസിനങ്ങൾ ഇവിടെ റെഡിയാണ്. ആൻഡ് എനിക്ക് ജസ്റ്റിനും പോൾസിനങ്ങളായിട്ടുള്ളൊരു ബന്ധം എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം. ജസ്റ്റിന് ഞാൻ വിളിക്കുമ്പോൾ ആൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് പപ്പ അമ്മ, കുറച്ചും കൂടി സോഫ്റ്റ് കോർണർ പപ്പയുടെ അടുത്തുണ്ട്. സോ പപ്പ എന്താണ് പറയാനുള്ളത്? സ്വാഗതം പറഞ്ഞോളൂ. അതിന്റെ കൂടെ ഇപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത് കൂടെ പറഞ്ഞു. വെരി ഹാപ്പി. ഓക്കെ, അങ്ങനെ അടിപൊളി സ്വാഗതം പറഞ്ഞു. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകമായി ബെസ്റ്റിന്റെ കുടുംബത്തിന് മിസ്റ്റർ രാജു, മിസ്സിസ് രാജു, സഹോദരന്മാരെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വെൽക്കം ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ സ്വാഗതം സ്വീകരിച്ച് വന്നിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി അടുത്തത് നമുക്ക് ലാമ്പ് ലൈറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ചടങ്ങിലോട്ട് നടക്കുകയാണ്. ബെസ്റ്റിനെ പറ്റിയിട്ടുള്ള ഭയങ്കര ഫണ്ണിയസ്റ്റ് മെമ്മറി എന്താണ്? നിങ്ങൾക്ക് ഇതൊരു കപ്പിൾ ചാലഞ്ച് ആയിട്ട് നടക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഒരു ഫണ്ണിയസ്റ്റ് മെമ്മറി ബെസ്റ്റിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? ബസ്സിനെ കുഞ്ഞനിയനാണ്. അപ്പോൾ ഞങ്ങൾ എടുത്ത് വളർത്തിയിട്ടുള്ള അനിയനാണ്. അതുപരി വീട്ടിലുള്ള എല്ലാ പണികളും ഇഷ്ടപ്പെടുന്ന ചെയ്യുകയാണ്. പ്രാക്ടീസ് ചെയ്യുന്ന സെറ്റാണ്. നല്ലോണം കുടുംബം നോക്കി കിട്ടും. പക്ഷേ കല്യാണം ഉച്ചയോടുകൂടി അവൻ ഇവനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അവൻ എസ്കേപ്പ് ആവാനല്ല, അന്നും ഇവന്റെ ആയിട്ടാണ്. സോ ബെസ്റ്റിൽ ഒരു എന്താ പറയാ, ഇവരുടെ ഒരു അടിമപ്പണി എടുത്ത് വളർന്നു വന്നത് ഇവരെ എത്തിയിരിക്കുകയാണ്. ബെസ്റ്റ് ഒരു കൈയടി കൊടുക്കാം. ബെസ്റ്റ് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇപ്പോ എറിക്കിനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എറിക്ക് ഇപ്പോ ശിക്ഷണത്തിലാണ്. അതിന്റെ ഒരു ക്ഷീണം അവരിൽ ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഓവർ ടു യു ഗൈസ്. നിങ്ങൾക്കുള്ള ചോദ്യം, അപ്പോ ലാസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങളുടെയാണ് ഒരു ഫൺ ടിപ്പ് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാ? ഫൺ ടിപ്പായിട്ടൊന്നും എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നില്ല. ഒരു സീരിയസ് ആയിട്ടുള്ള ടിപ്പല്ല. ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുഞ്ഞനിയനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ആദ്യം കുഞ്ചിച്ച് താലോലിച്ച ഒരു ഉണ്ണി അല്ലെങ്കിൽ മാമ അവനായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഈ 23 വർഷത്തെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഞാനത് വളരെ ജെന്യുവനായിട്ടാണ് പറയുന്നത്. ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവനെ ഒരുപാട് മനസ്സിലാക്കുന്ന അതേ ലെവലിലുള്ള ഒരാളെ പാർട്ണറായി കിട്ടണം. ഞാൻ ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പിയാണ് നിങ്ങൾ രണ്ടുപേരും എൻഗേജ്ഡ് ആയാലും തുടർന്ന് വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതായിരുന്നു. കൺഗ്രാറ്റ്സ്. ഇത് ബെസ്റ്റിന് പറ്റുള്ള ഒരു ഫൺ ടിപ്പല്ല. ബെസ്റ്റിന്റെ ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ ആളോട് എന്ത് പറഞ്ഞാലും അവനതിനൊരു നോ പറയില്ല. ഒന്നില്ലെങ്കിൽ അവൻ പറയും
അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം, അല്ലാതെ ഒരു നോ ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഒരു നല്ല കാര്യത്തിനാണെങ്കിലും ചീത്ത കാര്യത്തിനാണെങ്കിലും, ചീത്ത കാര്യമൊന്നും പറയാനില്ല, എന്തായാലും അവൻ എല്ലാത്തിനും ഓക്കെയാണ്, എന്തും ചെയ്യും. അപ്പൊ നമുക്ക് വിശ്വസിച്ചൊരു കാര്യം അവനെ ഏൽപ്പിക്കാം. സോ ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. ആൻഡ് ഞങ്ങളുടെ രണ്ട് ആൾക്കാരുടെയും കുട്ടികളെ അവൻ പൊന്നുപോലെ നോക്കും. അപ്പൊ ഇനി അവന് അതിനൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. സോ അതെന്തായാലും ജസ്റ്റിനൊരു നല്ലൊരു പോസിറ്റീവ് പോയിന്റ് ആയിരിക്കും, ഗുഡ് പോയിന്റ് ആയിരിക്കും. ഞാനിവിടെ കണ്ടതിൽ വെച്ചിട്ട് ഫാമിലി എന്നൊക്കെ പറഞ്ഞ ജസ്റ്റിനെ ചെല്ലാവുന്ന ഫാമിലി എല്ലാവർക്കും ലൈക്ക് വൈബ് ഓൺ മോഡാണ് തോന്നുന്നു. അവരെ മയക്ക് കിട്ടിയാൽ അവർക്ക് യാതൊരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ പറയാം. അപ്പോ ബെസ്റ്റ് ഒരു രണ്ട് ചേട്ടന്മാരുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ പറയാൻ കേൾക്കാന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യമാണ്. ആൻഡ് നിങ്ങൾ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആൻഡ് ജസ്റ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡസ്റ്റിൻ യു ആർ സോ ലക്കി ടു ഹാവ് ദം. ബിക്കോസ് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിഞ്ഞാലും ജസ്റ്റിനാണ് ആദ്യം വിളിക്കാറ്. ആൾക്ക് നന്നായിട്ട് ലിസൺ ചെയ്യാൻ അറിയാം. ഈവൻ ഒരു പ്രോബ്ലമിന്റെ ഒരു സൊല്യൂഷൻ തന്നില്ലെങ്കിലും നല്ല പോലെ കേട്ടിരിക്കും. എന്തൊരു പ്രോബ്ലം വന്നാലും ജസ്റ്റിൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും. ആൻഡ് ഇവിടെ ഐറിൻ ഒളിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ജസ്റ്റിന്റെ പഴയ പോലെ കിട്ടില്ലല്ലോ. അപ്പൊ എന്തായിരിക്കും ചേച്ചി പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം? മിസ് ചെയ്യാൻ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എല്ലാം ഞാൻ ഷെയർ ചെയ്യും. എല്ലാത്തിനും ഞാൻ ഒപ്പീനിയൻ ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ. എല്ലാവർക്കും ഞാൻ മിസ് ചെയ്യും. അവളില്ലാതെ ഇതുവരെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി വൈൻ ടോസ്റ്റിംഗ് സെറമണിയിലോട്ട് ഈ ഒരു സന്തോഷത്തിലൂടെ തന്നെ നമുക്ക് അതങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ടു ടേൺ ആൻഡ് ടോസ്റ്റ്. കേക്ക് കട്ടിംഗ് സെറമണിയിലോട്ടാണ് കടക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. ജസ്റ്റിന് എനിക്കറിയാം. എൻ്റെ ഉള്ളിൽ കലാകാരൻ ഉണ്ണി കിടപ്പുണ്ട്, നന്നായി പറയാം. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിതാ, ചിരിമണിമാല കോർത്തിതാ, നിറയുകയായി മനം സ്വയം. തൊടും
ആയിരം താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ്. കണ്ണാടി പുഴയിലെ പൂന്തിരകൾ. കായൽ തീരമാലകളാകെ തേടി വന്ന പൂവുകളായി പുൽക്കൂടിനരികിലായി ചേർന്നിരിക്കാം. ചുംബന പൂവിതളെന്നിൽ ആദ്യാനുഭൂതികളായി, ആദ്യാനുഭൂതികളിൽ ഞാൻ ഒഴുകി. പ്രിയതരമായി ഒഴുകി പ്രണയമായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ.
പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ മാറിവിൽ മാഞ്ഞതും രാവുകൾ പോയതും നാം അറിഞ്ഞതില്ല പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും ഏതേതോ തേരേറിപ്പോയോ ഒന്നൊന്നും മിണ്ടാതെ പോയോ പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ ഞാനെന്നേ നെഞ്ചിൽ തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിതാ ദർശന സർവം സദാ നിൻ സൗരഭം ദർശന എൻ ജീവൻ സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലെ ദർശന നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു ഒരു നോക്കു നൽകാതകന്നു നീ ഓർക്കുന്ന നേരം കനലാണു നെഞ്ചിൽ മറുവാക്കു ചൊല്ലാത്തതെന്തേ ഏതൊരാഴത്തിൽ മൂടി വെച്ചാലും അഴകേ മനസ്സു തേടി എത്തുന്നു നിന്റെ ഈ പുഞ്ചിരി എൻ ജീവനെ ചൊല്ല നീ എന്നോർക്കുന്നുവോ എന്നോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും എന്നോർക്കുന്നുവോ എന്നോർക്കുന്നുവോ അന്ന് നാം
തങ്ങളിൽ പിരിയും രാവ് പറയാതെ അറിയാതെ നീ പോയതല്ലേ ഒരു വാക്ക് നിണ്ടാഞ്ഞതല്ലേ ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ ദൂരേക്ക് നീ മാഞ്ഞതല്ലേ കണ്ടു തമ്മിൽ ഒന്നു കണ്ടു തീരാമോഹങ്ങൾ തേടിന മെല്ലെ സ്വപ്നം പൂവണിഞ്ഞു മായാവർണ്ണങ്ങൾ ചൂടിന ആവർണമാകവേ വാർമഴവില്ലുപോൽ മായുന്നുവോ സഖി എന്നും ഓർക്കുന്നുവോ എന്നും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ഇന്നും ഓർക്കുന്നുവോ